warm namaskaram to all of you. It's me, Dr. Sruthi Jyothis. കഴിഞ്ഞ നമ്മുടെ വീഡിയോ പാലില്ലേ എന്ന് പറഞ്ഞ വീഡിയോ അതിന് താഴെ ഒരുപാട് ലേഡീസ് അവർ നേരിട്ട ക്വസ്റ്റ്യൻസും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നതും ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളതും എന്നാൽ അധികം പേർക്ക് അറിയാത്തതുമായ മറ്റൊരു കാര്യത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. രസവരക എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ ലേഡീസ് പ്രഗ്നൻസി കഴിഞ്ഞവർ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇനി ഇത് എന്തായാലും ലേഡീസിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർ ഈ വീഡിയോ കാണാതിരിക്കുന്നതും വേണ്ട. നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും രക്ഷിക്കാൻ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില വിശ്വാസങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ആദ്യം പറയും. അതിനുശേഷം അത് എത്രത്തോളം ലോജിക്കലാണ്, സയൻറ്റിഫിക് ആണോ എന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. നമ്പർ 1, പ്രസവിച്ചു കഴിഞ്ഞ അമ്മയും കുഞ്ഞും ഇരുണ്ട മുറിയിൽ കിടക്കണം. നമ്പർ 2, പ്രസവശേഷം അമ്മയുടെ വയറ് സാരിയോ തുണിയോ എന്തെങ്കിലും കൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടണം. സാധാരണമല്ല, നോട്ട് ദ പോയിന്റ്, വരിഞ്ഞ് മുറുക്കി കെട്ടണം. നമ്പർ 3, പ്രസവിച്ച ശേഷം ഹസ്ബൻഡ് അതായത് ഭർത്താവ് ഭാര്യനെ കാണാൻ പാടില്ല, അവരൊരുമിച്ച് കിടക്കാൻ പാടില്ല. നമ്പർ 4, പ്രസവിച്ച ശേഷമുള്ള ഡയറ്റാണ്. അതിൽ ചോറ് 4 തവണ അല്ലെങ്കിൽ 3 തവണ മിനിമം കഴിച്ചിരിക്കണം. നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് രാത്രിയല്ലേ പോരാ, ഇത് 11 മണിക്ക് ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ചോറ് കഴിച്ചിരിക്കണം. ഇനി ആ കഴിക്കുന്ന ചോറിൽ ധാരാളം നെയ്യ് ആഡ് ചെയ്യണം. വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് ചോറിൽ ഒരുപാടിട്ട് കഴിക്കണം. പ്രസവശേഷം അമ്മ കുളിക്കുമ്പോൾ, ഡെയിലി കുളിക്കണം എന്നാണല്ലോ, കുളിക്കുമ്പോൾ തിളച്ച ആവി പാർന്ന വെള്ളത്തിൽ കുളിക്കണം. അത് എങ്ങനെ? അമ്മ അവിടെ നിൽക്കുമൊന്നും ഇടാതെ. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് നല്ല തിളച്ച വെള്ളം, ഒന്നെങ്കിൽ സഹായിക്കുന്ന ആരാണോ അവർ, പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിനായിട്ട് ആളെ വെക്കുമല്ലോ, അവരാണ് മിക്കപ്പോഴും കുളിപ്പിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? തിളച്ച വെള്ളം കോറ്റ് എറിയണം, ഇങ്ങനെ എറിഞ്ഞ് കുളിപ്പിക്കണം. പ്രസവിച്ച സ്ത്രീ വെള്ളം അധികം കുടിക്കാൻ പാടില്ല. മുടി ചീകരുത്. എത്ര ദിവസം? ഒരു 10-28 ദിവസം വരെയൊക്കെ തോന്നുന്നു. 28 ദിവസം മുടി ചീവരുത്. നല്ല അടിപൊളിയായിരിക്കും നിങ്ങളെ കാണാൻ. പിന്നെ അതുപോലെ നിങ്ങളുടെ തലയിൽ എണ്ണ ഒരുപാട് തേക്കുക, അല്ലാതെ ഷാമ്പു അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രസവിച്ച സ്ത്രീ മലർന്ന് ഇങ്ങനെ വടി പോലെ കിടക്കണം, ഇരുണ്ട മുറിയിൽ കിടക്കണം. ഇതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. ഒരു പക്ഷേ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുന്ന മറ്റുള്ളവർ കാണാതിരിക്കാനൊക്കെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞിരുന്നത് പണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സിനാരിയോയില് നമ്മളൊരു വെളിച്ചുള്ള റൂമിൽ കിടന്നു വിചാരിച്ച് നമുക്ക് ആളുകളോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞിട്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൂടെ കുട്ടീനെ? അപ്പോൾ ഇരുണ്ട മുറി കിടക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് വരിഞ്ഞ് മുറുക്കി കെട്ടണം. ഒരാളൊന്നല്ല, 2 ആൾക്കാരൊക്കെ വന്നിട്ട് 2 സൈഡിൽ നിന്ന് വലിക്കും. അങ്ങനെ വലിച്ചിട്ടാണ് കെട്ടുന്നത്. വലിച്ച് കെട്ടുന്നതിൻ്റെ ലോജിക് അവർ പറയുന്ന കാരണം വയറ് കുറയാൻ വേണ്ടിയിട്ടാണ്, യൂട്രസ് ഒക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ്. യൂട്രസ് നിങ്ങൾ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാക്ടേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്രസ് ഒക്കെ ഒരു 6 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് തന്നെ ചുരുങ്ങി പോയിക്കോളും. അതിനിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടുന്നത് സഹായിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇത്രയും വലിച്ചു മുറുക്കി കെട്ടേണ്ട ആവശ്യം എന്തായാലും ഇല്ല. ഇനി ഇത് ഇങ്ങനെ കെട്ടുന്നതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മേജർ വെസൽസ്, ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളൊക്കെ ഈ വയറിന്റെ ആ ഒരു വശത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കാലിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടമാണ് നിങ്ങൾ ഈ വലിച്ചു മുറുക്കി കിട്ടുന്നത് കൊണ്ട് നിലച്ചു പോകുന്നത്. ടോട്ടലി നിലയ്ക്കുന്നല്ല, കുറഞ്ഞു പോകും. അപ്പോൾ കാലിന് നീരൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടിക്കോളും. എപ്പിസോട്ടമി സൈറ്റിലൊക്കെ വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് നടക്കണമെങ്കിൽ രക്തയോട്ടം നന്നായിട്ട് വേണം. നിങ്ങളിത് വലിച്ചു മുറുക്കി കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ലപോലെ ബ്ലഡ് ഫ്ലോ നടക്കൂല. നടന്നിട്ടില്ലെങ്കിൽ, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉള്ള വൂണ്ട് തന്നെ പെട്ടെന്ന് ഹീലിംഗ് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ടൈറ്റായിട്ട് ഈ കിട്ടുന്ന ആ ഫോഴ്സിൽ ചെറുകുടൽ ഒബ്സ്ട്രക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ ടേം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സീരിയസ് ആയ ഒരു കോംപ്ലിക്കേഷനാണ് നമ്മൾ രക്ഷ എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, പ്രസവിച്ച അമ്മേനെയും കുഞ്ഞിനെയും ഹസ്ബൻഡ് കാണാൻ പാടില്ല. അപ്പോൾ കുഞ്ഞിനെ കാണാൻ പാടില്ല എന്നല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്, പ്രസവിച്ച സ്ത്രീനെ ഹസ്ബൻഡ് കാണാൻ പാടില്ല. കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ
അത്രയും ഷുവറാണ്, കിടക്കാൻ ഒരിക്കലും പാടില്ല. ലോജിക്ക് നമുക്ക് മനസ്സിലായി. ഇനി ഇപ്പൊ തന്നെ ഒരു കുട്ടിയോ പ്രശ്നമാവില്ലേ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഇത് പെണ്ണിന് പ്രശ്നമാവും, അത് ആലോചിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രസവിച്ച സ്ത്രീക്ക് പ്രശ്നമാവുന്നുള്ളത് മറ്റ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്കറിയാൻ. പിന്നെ അത്രയും ബുദ്ധിശൂന്യരല്ല ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്കറിയാം, കാരണം വൂണ്ട് അവിടെയുണ്ട്. ഒന്നാമത് പെയിൻ ആയിരിക്കും, അതിനൊന്നും പറ്റില്ല. പ്രസവിച്ച ആദ്യത്തെ ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്നും ഒരു മൂഡും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇമോഷനാണോ നിങ്ങൾക്ക് തോന്നുക? എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അന്നേരം ഫിസിക്കലി നിങ്ങൾ ഹസ്ബൻഡ് അടുത്ത് വേണമെന്നായിരിക്കില്ല, നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ടിനാണ് ഹസ്ബൻഡ് അപ്പോൾ കൂടെ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആളുകൾ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ജനറേഷനിലൊക്കെ ഒരു കുട്ടി ജനിച്ച് ഒരു 1.5 വർഷത്തിനുള്ളിൽ ആകുമ്പോഴത്തേനും അടുത്ത കുട്ടി ജനിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഇല്ല. ഇന്ന് അങ്ങനെയാണോ? അല്ലല്ലോ. ഇന്ന് കുറേ മാറ്റം വന്നു. ഇപ്പോൾ സ്പേസിങ്, അതായത് ഒരു കുട്ടിയുടെ ബർത്ത് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് 3 വർഷമെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പ്രഗ്നൻസി പാടുള്ളൂ. ഒന്നാമത് നമുക്കറിയാം അന്നേരം അങ്ങനെ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത്. മുറിവൊക്കെ മാറി എന്നിട്ടൊക്കെയാണ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്താൽ തന്നെ അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പേടിച്ചിട്ട് മറ്റുള്ളവർ ഒരു കപ്പിളിന് പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ആ ടൈമിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഭർത്താവിനെ ഭാര്യൻ്റെ അടുത്ത് നിന്ന് അകറ്റിയിട്ട് ആ സ്ത്രീ വീണ്ടും മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകും. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 5-6 വർഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങളോ കുറേ മാസങ്ങളോ എത്രയാണെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി എന്ന് വിചാരിക്കും. ആ ലേഡി ഡെലിവറി കഴിഞ്ഞ് കുട്ടീനെയും കൊണ്ട് കിടക്കുമ്പോൾ ഓഫ് കോഴ്സ് ഹസ്ബൻഡിന് കുട്ടീനെ വന്ന് കാണാൻ എത്ര ആഗ്രഹം ഉണ്ടാവും. ഞാനൊരു എക്സ്ട്രീം കേസ് പറഞ്ഞെന്ന് മാത്രം. അല്ല, എല്ലാ അച്ഛന്മാരെയും കണക്കിലെടുത്തോളൂ, കുട്ടീനെയും ഭാര്യനെയും കാണണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അടുത്തത് എന്താ വരും, നമ്മൾ ഡയറ്റിലേക്ക്. 4 നേരമെങ്കിലും ചോറ്, നല്ലോണം നെയ്യ്, പിന്നെ വെളുത്തുള്ളി ഒരുപാട് കഴിക്കണം. ഇത്രയാണ് കേട്ടോ ഞാൻ കേട്ടത്. എനിക്ക് പറയണം തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ട വേറെ കാര്യം നിങ്ങൾ താഴെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കലോറീൻ്റെ ആവശ്യം വരികയാണ്. അപ്പോൾ അമ്മ വെറുതെ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മയിലൂടെ കുട്ടിക്ക് കിട്ടുന്നത് ആ കാർബോഹൈഡ്രേറ്റ് മാത്രമേ നിങ്ങൾ കുട്ടിക്ക് കിട്ടുള്ളൂ. വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ വേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത്, ഭക്ഷണത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലേ. നിങ്ങൾ ഇത്രയും കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ച് ഒരു പ്രോട്ടീൻ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താണ്ടിരുന്നാൽ അൾട്ടിമേറ്റ്ലി അത് ആരെയാണ് ബാധിക്കുന്നത്? നിങ്ങളെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ 4 നേരം ചോറ് എന്നുള്ളത് ഒന്നവിടെ കുറച്ചിട്ട് ഒരു 2 നേരമൊക്കെ ചോറ് തിന്നോ, കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള സമയത്ത് മറ്റ് ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ നോക്കണം. അതുപോലെ പ്രോട്ടീൻ, മുട്ടയുടെ വെള്ളയും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കണം. ഡയറ്റിന് പറ്റി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ചോറിൽ വെളുത്തുള്ളി അതുപോലെ നെയ്യൊക്കെ ഒരുപാട് ഇട്ടിട്ട് കഴിക്കണം എന്ന് പറയും. ഒരു നോർമൽ അളവിൽ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ 4 നേരം ചോറുണ്ടുമ്പോൾ അതിനുള്ള നെയ്യ് ഇങ്ങനെ ഇട്ട് കുഴച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തടിച്ച് ഒബീസാവും. പിന്നെ മുറിവൊക്കെ ഉണങ്ങാൻ ടൈം എടുക്കും. ഈ വെളുത്തുള്ളി കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സാധാരണ കൂട്ടുന്ന കറിയിലൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി കഴിച്ചോളൂ. അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ടിട്ട്, എനിക്കൊക്കെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് തന്നെ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചു, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, ഫൈബർ റിച്ചായ ഡയറ്റ് കഴിക്കുക. ഇനി പ്രഗ്നൻസിയിൽ ഒരുപാട് പേർക്ക് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഓൾറെഡി ഉണ്ടാകും. അല്ലെങ്കിൽ ഒബീസായ തടിച്ചിട്ടുള്ള ലേഡീസ് ഈ പോസ്റ്റ്പാർട്ടം ടൈമിൽ ഇത്രയും ചോറ് പിന്നെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ജെസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന സാധനം മാറുമില്ല. പിൽക്കാലത്ത് എപ്പോഴും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമായി നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഡയറ്റ് ശ്രദ്ധിക്കണം. തിളച്ച വെള്ളത്തിൽ കുളിക്കണം. അതായത് തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ചെറു ചൂട് വെള്ളത്തിലൊക്കെ നമ്മൾ ഡെയിലി കുളിക്കുന്നത് അമ്മയ്ക്ക് നല്ലതാണ്. കാരണം താഴത്തെ ഏരിയ ഒക്കെ നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 6 ബാത്ത് ഒക്കെ ചെയ്യാം. ഈ ഉപ്പ് വെള്ളം ഇട്ടിട്ടോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടിട്ടോ ചെറു ചൂട് വെള്ളത്തിൽ, നിങ്ങൾക്ക് അഫോർഡബിളായ ചൂട്. അപ്പോൾ ഇവിടെ പറയുന്നതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിളച്ച വെള്ളം, അതാണ് ഇവിടുത്തെ പ്രശ്നം. തിളച്ചെന്ന് പറഞ്ഞാൽ ആവി പാറണം. എന്നിട്ട് സാധാരണ ഇതുപോലെ ഒഴിക്കുക. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഫോഴ്സ്ഫുള്ളിയാണ് ഒഴിക്കുക. അപ്പം നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ മുറിവിലേക്കൊക്കെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവായിരിക്കും ഈ പോസ്റ്റ്പാർട്ടം പീരീഡിൽ, രോഗപ്രതിരോധ ശേഷി. അപ്പോൾ തൊലി ഇതുപോലെ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പൊള്ളുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ദയവ് ചെയ്തിട്ട് തിളച്ച വെള്ളം കോരി ഒഴിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുവദിക്കരുത്. വളരെ വിചിത്രമായൊരു കാര്യം, വെള്ളം കുടിക്കരുത്. ഇതൊക്കെ ആരാണ് പറഞ്ഞുണ്ടാക്കുന്നത് ദൈവമേ? ഈ ബ്രസ്റ്റ് മിൽക്കിലുള്ള ഏറ്റവും വലിയ കണ്ടന്റ് എന്താ? വാട്ടർ.
നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്നാൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് നല്ല കൊഴുത്തിട്ട് പോകും. വെള്ളം കണ്ടന്റ് കുറവാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വളരെ ഇമ്മച്യൂർ ആയിരിക്കും, അതൊക്കെ ഡെവലപ്പായി വരുന്നേ ഉണ്ടാവുള്ളൂ. കുഞ്ഞ് ഈ വെള്ളം കണ്ടന്റ് അധികം ഇല്ലാത്ത ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കമായിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ടോ ഒക്കെ അത് വരും. പിന്നെ നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരും. നിങ്ങളുടെ മുറിവുണങ്ങണ്ടേ, നിങ്ങളുടെ വയറിലെ സ്ട്രെച്ച് മാർക്സ് മാറണ്ടേ. അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാന്ന്. പിന്നെ അടുത്തൊരു വിചിത്രമായ കാര്യം, നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് തലമുടി ചീകരുതാണ്. ഒരു 10-18 ദിവസം മുടി ചീകാതിരുന്ന ലാസ്റ്റ് നിങ്ങൾ മുടി ജട പിടിച്ച് നിങ്ങൾ എന്താകും? മുടി ചെയ്യുക, വൃത്തിയായിട്ടിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അതുപോലെ ഷാമ്പൂ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തെന്ന് പറയും. നിങ്ങൾക്ക് വൃത്തിയായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ വൃത്തിയായിട്ടിരിക്കുക. പ്രസവിച്ച സ്ത്രീകൾ കിടക്കയിൽ മലർന്നിങ്ങനെ വടി പോലെ കിടക്കണം. നടുവേദന വരാതിരിക്കാനാണ് അത്രേ. ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുവേദന കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? ചിലർക്ക് കൂടും. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആയ പൊസിഷനിലാണ് കിടക്കേണ്ടത്. ചെരിഞ്ഞ് കിടക്കാം, ഒരു കുഴപ്പമില്ല. കമിഴ്ന്ന് കിടക്കാം, ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ ഫുൾ ടൈം പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ഫുൾ ടൈം കമിഴ്ന്ന് കിടക്കുന്ന ആളായിരുന്നു. എനിക്ക് പിന്നെ പ്രഗ്നന്റ് ആയതിനു ശേഷം മലർന്ന് കിടന്ന് ശീലിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഉടനെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ആ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെരിയാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ കമിഴ്ന്ന് കിടക്കാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അപ്പം ഞാൻ കമിഴ്ന്ന് കിടന്നിട്ടുണ്ട്. അതുപോലെ എഴുന്നേറ്റൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണെന്ന് പറയാം. ഒരു പണിയും ചെയ്യാണ്ട് പ്രസവശേഷം ഇങ്ങനെ അനങ്ങാതെ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോണത്. നിങ്ങളെ കാലിലെ രക്തക്കുഴലിലൊക്കെ രക്തം കട്ട പിടിച്ചിട്ട് DVT, ഡീപ് വെയിൻ ത്രോംബോസിസ് പോലെ വളരെ ഡേഞ്ചറസ് ആയ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സിസേറിയൻ പോലെ ഒരു ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത് എങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെറുതെ മലർന്ന് കിടക്കരുത്, നിങ്ങളുടെ കാലെങ്കിലും അനക്കണം. നിങ്ങൾ വേദന കൂടുതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കാലെങ്കിലും അനക്കണം. എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എഴുന്നേറ്റ് നടക്കുക. ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം ഒരിക്കലും ഇരിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിനോട് വിയോജിപ്പുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്ന മിക്കവരും എന്ന് എനിക്കറിയാം. ഈ വീഡിയോ ശരിക്കും കാണേണ്ടത് നമ്മളുടെ ഒരു മുന്നേ ഉള്ള ജനറേഷനോ അല്ലെങ്കിൽ അവരുടെ മുൻപുള്ള ജനറേഷനോ ആണ്. അതും അല്ലെങ്കിൽ പ്രസവ രക്ഷയ്ക്കായിട്ട് വരുന്ന സ്ത്രീകളാണ്. അവരെയാണ് സത്യം പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് പറഞ്ഞാൽ അവർ എത്രത്തോളം അംഗീകരിച്ച് തരുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് വിശ്വസിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. എന്നും ഈ പ്രസവരക്ഷൻ്റെ കാര്യങ്ങൾ പറയുമ്പം ആദ്യം വരുന്ന ഡയലോഗ് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് സ്ത്രീകളൊക്കെ ഇത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും മാറി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ചോറ് കഴിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. പണ്ടത്തെ ലേഡീസ് അത്രമാത്രം പണിയെടുക്കും. അവരത്രയും ദിവസം അനങ്ങാതെ കിടക്കുകയും വേണം. കാരണം അനങ്ങാതെ കിടക്കാൻ അത്ര ദിവസം മാത്രമേ അവർക്ക് ഒഴിവ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ അവർക്ക് മരണപ്പണി എടുക്കേണ്ടി വരും വീട്ടിലത്തെ. ഇന്നത്തെ ലേഡീസിന് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അത്രയില്ല, നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസിയായി. അതുപോലെ ചോറ് അവർ കഴിക്കണം. ശാരീരിക അധ്വാനം കൂടുതലായതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അവരുടെ ഡയറ്റിൽ കൂടുതൽ വേണം. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? ഇന്നല്ല. അപ്പോൾ പണ്ടത്തെ കാലത്തന്ന് ചെയ്തതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം റിലവൻ്റ് ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് മാറേണ്ട ടൈമായി. പക്ഷെ പല സ്ത്രീകളും ഇത് പറയില്ല. കാരണം അവരുടെ റിലേറ്റീവ്സും അവരുടെ വളരെ ക്ലോസ് സർക്കിളുള്ള ആളുകളാണ് ഇത് അവരുടെ അടുത്ത് പറയുന്നതും ചെയ്യിക്കുന്നതും. എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, പ്രസവരക്ഷ എന്ന പേരിൽ ആരും നിങ്ങളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ തോന്നണം നിങ്ങളെ ശരീരം രക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലോജിക്കലായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ മറ്റുള്ളവർ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഒരിക്കലും പ്രസവരക്ഷ. ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് പ്രസവരക്ഷയുടെ കാര്യത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് വോയിസ് എന്തോ അങ്ങ് കുറഞ്ഞു പോകും. കാരണം ആ സമയത്ത് നമ്മൾ വളരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ടൈമാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായം ഇല്ലാതെ നമുക്ക് തള്ളി നീക്കാൻ പറ്റില്ല ദിവസങ്ങളിൽ. ഒന്നാമത് നമ്മൾ പുതിയ അമ്മയാണ്, എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മളുടെ ബോഡി വളരെ വീക്കാണ്. ആൻഡ് മെൻ്റലി ഓൾസോ നമ്മൾ വളരെ ലോ ആയിരിക്കും ആ ടൈമിൽ. അപ്പോൾ ഹസ്ബൻഡിനൊന്നും ഒരിക്കലും ദയവ് ചെയ്ത് മാറ്റി നിർത്തരുത്. ഹസ്ബൻഡൊക്കെ വന്ന് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. മെൻ്റൽ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ പുറകിലോട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരട്ടെ, നിങ്ങളിലൂടെ ആവട്ടെ മാറ്റം. നിങ്ങൾ ഇതുപോലെ കേൾക്കാൻ ഇടവന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ ഇടവന്നതോ ആയ ഈ പ്രസവരക്ഷ എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ
അതിനെ പറ്റിയിട്ട് അത് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആയിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, സെക്കൻഡ് പാർട്ട് പോലെ. മറ്റെല്ലാ കാര്യങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് ഈ പ്രസവരക്ഷൻ്റെ കാര്യത്തിലും മുന്നോട്ട് തന്നെ പോകട്ടെ, പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോക്കായി സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ് സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.